അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന പറഞ്ഞാൽ മൈദാമാവും നല്ല അവിലും വെച്ചുകൊണ്ട് നല്ല കിടക്കാച്ചിയ ഒരു സ്നാക്സ് ആണ്. നമുക്ക് ചായ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. അത് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ? അതിനും എന്നും പറയുന്ന കൂട്ടുകാരെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ് കൂട്ടുകാരെ. അപ്പൊ വീഡിയോ കണ്ടേക്കാം. അപ്പൊ ഞാനൊരു 1/2 കിലോ മൈദാമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ക്യാപ്പ് ഇട്ട് ശാലം ഒരു കുഴി പോലെ ആക്കി എടുക്കാം. നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് ആദ്യം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ കുഴച്ചെടുക്കത്തില്ല, അതേ കണക്ക് കുഴച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കത്തില്ല, അതേ രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മതിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 കപ്പ് നമ്മൾ അവലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാര എടുത്തതേ ഉള്ളൂ. ഞാനൊരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം താളിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാലെടുത്താലും മതി കേട്ടോ. ഞാനിപ്പം വെള്ളം എടുത്തതേ ഉള്ളൂ. നമ്മൾ നനച്ച് എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി നല്ലതാണ്. നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. ഇത് കണക്ക് നമുക്ക് ബോളാക്കി എടുക്കാം. ഇനി കുറച്ച് മാവ് തറയിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് നൈസായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കൈ കൊണ്ട് വെക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവല് വെച്ച് കൊടുക്കാം. ഇനി ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് മടക്കി എടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മളിതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അടുത്ത നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ദോശക്കല്ലിനകത്താണ്. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ആകാം. ഇനി നമുക്ക് നല്ല ദോശക്കല്ലിനകത്തോട്ട് വെച്ച് ഒരു കുറച്ച് ഓയിൽ നമുക്ക് ഇതിന്റെ മേളിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് ആ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും എടുത്തിട്ട് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ കൂടെ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കിടക്കാച്ചി സാധനമാണ്. നല്ല മുരിച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ചെയ്ത് കൂട്ടാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടാരെ.